ഹായ് ഗായ്സ്, വെൽക്കം ടു അനദർ ബ്ലോഗ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ട് വണ്ടിന്റെ കമ്പാരിസൺ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ ഒരു V4 അവൈലബിൾ ആയിട്ടുണ്ട്, പിന്നെ നമുക്കൊരു V4R ഇതും അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം ഈ രണ്ട് വണ്ടിന്റെ കമ്പാരിസൺ വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വ്ളോഗിൽ നോക്കാൻ പോകുന്നത്. ഏതൊരു വണ്ടിപ്പുറം ഫേവറേറ്റ് ലിസ്റ്റ് എടുത്താലും അതിൽ ഉറപ്പായിട്ടുണ്ടാകുന്ന ഒരു ബ്രാൻഡാണ് ഡുക്കാട്ടി. അപ്പോൾ ഡുക്കാട്ടിൻ്റെ തന്നെ ടോപ്പ് മോഡൽസായ ഡുക്കാട്ടി പനിഗാലെ V4ഉം V4Rൻ്റെയും കമ്പാരിസൺ വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. കാഴ്ചയിൽ ഏറെക്കുറെ ഒരുപോലെ ഇരിക്കുന്ന ഈ രണ്ട് ബൈക്സിൻ്റെ മേജർ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ അത് പ്രൈസ് റേഞ്ച് തന്നെയാണ് കേട്ടോ. ഈ കാണുന്ന V4 നമ്മുടെ നാട്ടിലെ ഏറെക്കുറെ 35 ലക്ഷം രൂപയുടെ അടുത്ത പ്രൈസ് ഉണ്ട്. ഈ കാണുന്ന V4R ആണെങ്കിലോ 88 ലക്ഷം രൂപയുടെ അടുത്ത പ്രൈസ് ഉണ്ട് കേട്ടോ. ഇത്രയും ഹ്യൂജ് പ്രൈസ് ഡിഫറൻസ് എന്തുകൊണ്ടാണ് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ നമുക്കത് എന്തുകൊണ്ടാണെന്നുള്ളത് വീഡിയോയിൽ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഡുക്കാട്ടി V4ൽ നിന്ന് തുടങ്ങാം കേട്ടോ. ഈ ഡുക്കാട്ടി V4 എന്ന് പറയുന്ന ഒരു വണ്ടി ഓഫ്കോഴ്സ് പേരിൽ തന്നെ എൻ്റെ V4 എഞ്ചിൻ വെച്ചിട്ടുള്ള വണ്ടി ആയതുകൊണ്ടാണ് അതിന് ഡുക്കാട്ടി V4 എന്ന് വിളിക്കുന്നത്. 1103 cc വരുന്ന ഈ ഒരു മോട്ടോർ സൈക്കിളിന് 124 Nm ടോർക്കും 214 HP പവറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എങ്കിൽ V4Rൻ്റെ കാര്യത്തിലാണെങ്കിലോ 998 cc എഞ്ചിനോടുകൂടി വരുന്ന ഈ ഒരു മോട്ടോർ സൈക്കിൾ 215 ഹോഴ്സ് പവറും 101 Nm ഓഫ് ടോർക്കുമാണ് ഈ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 1103 cc വരുന്ന ഈ ഒരു വണ്ടിന്റെ വില 35 ലക്ഷം രൂപയും എങ്കിൽ 1000 cc താഴെ വരുന്ന ഈ ഒരു വണ്ടിന്റെ പ്രൈസ് റേഞ്ച് 88 ലക്ഷം രൂപയും. ഇപ്പൊ നിങ്ങളിൽ ചിലർക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവില്ലേ, എന്തുകൊണ്ടാണ് ഇത്രയും ഹ്യൂജ് പ്രൈസ് ഡിഫറൻസ് എന്ന് നിങ്ങൾ ആർക്കെങ്കിലും തോന്നിയായിരുന്നോ? സാധാരണ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ CC കൂടിയ വണ്ടികൾക്ക് കൂടുതൽ പ്രൈസും കുറഞ്ഞ വണ്ടികൾക്ക് കുറഞ്ഞ പ്രൈസ് ആയിരിക്കും. അങ്ങനെയല്ലേ? എങ്കിൽ ഈ രണ്ട് വണ്ടികളുടെ കാര്യത്തിൽ അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് കേട്ടോ. അതിന് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കാണുന്ന രണ്ട് മോട്ടോർ സൈക്കിൾസും പ്യുവർലി ട്രാക്ക് ഓറിയൻറ്റഡ് ആണെന്ന്. അതായത് ഈ രണ്ട് വെഹിക്കിൾസും ഫോക്കസ് ചെയ്ത് ബിൽഡ് ചെയ്തേക്കുന്നത് ട്രാക്ക് പർപ്പസിന് വേണ്ടി മാത്രമാണ്. ഈ ഡുക്കാട്ടി V4ൻ്റെ കാര്യത്തിലാണെങ്കിൽ V4 കുറച്ചുകൂടെ ലിബറലാണ് കമ്പയറിംഗ് ടു V4R. V4 കുറച്ചുകൂടെ ലിബറലാണ്, കുറച്ചുകൂടെ സ്മൂത്ത് ആണ് ഹാൻഡിൽ ചെയ്യാനായിട്ട്. എങ്കിൽ പോലും ആ ഒരു വണ്ടി മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്നത് ട്രാക്ക് പർപ്പസിന് വേണ്ടി മാത്രമാണ്. അതായത് റോഡ് അധികം കോൺസെൻട്രേറ്റ് ചെയ്യാതെ ട്രാക്ക് പർപ്പസിന് വേണ്ടി റേസ് പാക്ക് ആയിട്ട് ഇറക്കിയൊരു വണ്ടിയാണ്. അത് റോഡിലൊക്കെ ഓടിക്കുമ്പോൾ ഭയങ്കര ഹീറ്റിംഗ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വണ്ടിയാണ്. ഡുക്കാട്ടിൻ്റെ ഒട്ടുമിക്ക എല്ലാ വണ്ടികൾക്കും ഭയങ്കര ഹീറ്റിംഗ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഡുക്കാട്ടി മോസ്റ്റ്ലി ഫോക്കസ് ചെയ്യുന്നത് ട്രാക്ക് പർപ്പസ് ആയിട്ടുള്ള വെഹിക്കിൾസിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ സ്ട്രെല്ല് പറഞ്ഞ പോലെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മുട്ടയൊക്കെ പൊട്ടിച്ച് ചോദിച്ചാൽ ഒരു ഓംലേറ്റ് ഒക്കെ ആയിട്ട് കിട്ടുന്ന പറഞ്ഞ പോലെ വണ്ടി അത്രയും ഹീറ്റ് ആട്ടോ. നമ്മൾ നോർമലായിട്ട് മറ്റുള്ള വണ്ടികൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിനേക്കാളും എക്സ്ട്രീം ആണ് ഡുക്കാട്ടി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു V4 എന്ന് പറയുന്നത് പ്യൂർലി ട്രാക്ക് ഓറിയൻറ്റഡ് ആയിട്ട് ഡുക്കാട്ടി ഇറക്കിയൊരു വണ്ടിയാണ്. ഇനി V4Rൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ മോട്ടോ GPൻ്റെ ഒരു എൻട്രി ലെവൽ ബൈക്ക് എന്ന രീതിയിലാണ് ഡുക്കാട്ടി ഈ ഒരു വണ്ടി നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. അതായത് മോട്ടോ GPയിൽ ഒത്തിരി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് കേട്ടോ. അതിലുള്ളൊരു റൂളാണ് മോട്ടോ GPയിൽ യൂസ് ചെയ്യുന്ന ഏതൊരു ബൈക്സിനും 100,000 cc മാത്രമേ പാടുള്ളൂ. അതായത് 1000 cc ക്രോസ് ചെയ്യാൻ പറ്റില്ല എന്നൊരു റൂളുണ്ട്. അപ്പം അതുകൂടെ ഫോക്കസ് ചെയ്തിട്ട് അത് കൺസിഡർ ചെയ്തിട്ടാണ് ഡുക്കാട്ടി ഈ ഒരു വണ്ടിക്ക് 998 cc കൊടുത്തിരിക്കുന്നത്. നമുക്കിപ്പം എന്തോരം കാശുണ്ടെന്ന് പറഞ്ഞാലും മോട്ടോ GPയിൽ യൂസ് ചെയ്യുന്ന ഒരു ബൈക്സ് നമുക്ക് പേഴ്സണലായിട്ട് ഓൺ ചെയ്യാൻ പറ്റില്ല. അതിന് കാര്യം ഒന്നാമത് ആ വണ്ടികളൊന്നും തന്നെ റോഡ് ലീഗൽ അല്ല. രണ്ടാമത് അതിൽ കുറേ റിസ്കി എലമെൻറ്റ്സും കുറേ റിസ്കി ഫാക്ടേഴ്സും ഉള്ളതൊക്കെ കൊണ്ട് റേസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരു ഇൻഡിവിജ്വലിന് ഒരിക്കലും ഒരു മോട്ടോ GP ബൈക്ക് ഓൺ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിലും ഒത്തിരി ക്രൈറ്റീരിയാസും ഒത്തിരി റൂൾസും ഉണ്ട്. അതെല്ലാം ബീറ്റ് ചെയ്ത് പോകണമെന്നില്ല. അപ്പോൾ ഇതെല്ലാം മുമ്പിൽ കണ്ടുകൊണ്ട് ഡുക്കാട്ടി കാശുള്ളവർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു മോട്ടോ GP എൻട്രി ലെവൽ ബൈക്ക് എന്ന രീതിയിലാണ് ഈ ഡുക്കാട്ടി പനിഗാലെ V4R എന്ന് പറയുന്ന ഒരു എഡിഷൻ ഇറക്കിയിരിക്കുന്നത്. അതായത് ഈ മോട്ടോ GP ബൈക്സിൻ്റെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള സ്പെക്കും കാര്യങ്ങളും അതുപോലുള്ള ബ്രൂട്ടലായിട്ട് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബൈക്ക് എന്ന രീതിയിലാണ് ഡുക്കാട്ടി ഈ ഒരു V4Rനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പ്യുവർലി ഫോർ ട്രാക്ക് എന്ന് പറയാം ഈ ഒരു വണ്ടി. അപ്പം V4Rന് അങ്ങനെ ലിമിറ്റേഷൻസ് കാര്യങ്ങളൊന്നുമില്ല. അതിങ്ങനെ അഴിച്ചു വിട്ട കുതിരയെ പോലൊരു വണ്ടി കേട്ടോ. അതായത് ഒരു ലിമിറ്റേഷൻസും ഇല്ല, ആർക്കും ഉത്തരം പറയേണ്ട ആവശ്യമില്ല. ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് ആ വണ്ടിയിൽ കാണിക്കാൻ പറ്റും. അതിൻ്റെ എത്രത്തോളം അതിന് കപ്പാസിറ്റി ഉണ്ടോ അത് മൊത്തം ആ വണ്ടി കാണിക്കും. പിന്നെ ഈ V4R മേടിക്കണമെങ്കിൽ നമുക്ക് ഒത്തിരി റൂൾസ് ഫോളോ അപ്പ് ചെയ്യണം, കുറേ റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ മാത്രമേ ഈ V4R മേടിക്കാൻ പറ്റുള്ളൂ. കാര്യം ഈ V4R എന്ന് പറയുന്നത് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ച് മോസ്റ്റ് പവർഫുൾ റോഡ് ലീഗൽ ബൈക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതാണ് ഈ രണ്ട് ബൈക്സിൻ്റെയും ബാക്ക് സ്റ്റോറി. അപ്പം ഇത്തരം ഒരു ചേഞ്ച് ഒരു ഡിഫറൻസും ഈ വണ്ടികൾക്ക് ഉള്ളത് കൊണ്ടാണ് ഈ ഒരു വണ്ടിക്ക് V4നെ കമ്പയർ ചെയ്യുമ്പോൾ 53 lakhs അധികമായിട്ട് വരുന്നത്.
ഇപ്പൊ കൺഫ്യൂഷൻ അങ്ങ് മാറി കിട്ടിയില്ലേ? എന്തുകൊണ്ടാണ് സി സി കൂടിയ ഡുക്കാറ്റി V4 കുറഞ്ഞ പ്രൈസ് എന്നും സി സി കുറഞ്ഞ ഡുക്കാറ്റി പനിഗാലെ V4R കൂടിയ പ്രൈസും എന്നുള്ളത്? ബാക്കിയുള്ള മേജർ ചേഞ്ച് ഈ രണ്ട് മോട്ടോർ സൈക്കിളും എന്താണെന്ന് ചോദിച്ചാൽ വലുതായിട്ടൊരു മേജർ ചേഞ്ച് ഒന്നും ഈ രണ്ട് മോട്ടോർ സൈക്കിളും തമ്മിൽ വരുന്നില്ല. മൈന്യൂട്ടായിട്ട് കുറച്ച് ചേഞ്ചസ് മാത്രമേ ഈ വണ്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നുള്ളൂ. പവർ ഫിഗേഴ്സ് ആണെങ്കിലും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ V4 വരുന്നത് 212 HP-യും V4R വരുന്നത് 215 HP-യും. അതായത് ചെറിയൊരു വേരിയേഷൻ മാത്രമേ പവറിന്റെ കാര്യത്തിൽ ഈ വണ്ടികൾക്കുള്ളൂ കേട്ടോ. അത് മാത്രമല്ല വെയിറ്റിന്റെ കാര്യത്തിലാണെങ്കിലും V4 198 കിലോഗ്രാമും V4R 193 കിലോഗ്രാമും. അവിടെയും ചെറിയൊരു ചേഞ്ചസ് മാത്രമേ ഡുക്കാറ്റി കൊണ്ടുവന്നിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഈ മോട്ടോർ സൈക്കിൾസിന് വരുന്ന മേജർ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒരു ഡിഫറൻസും ഇല്ല. ഡിസൈൻ ആണെങ്കിലും സെയിം ആണ്, സ്വിംഗ് ആംസ് ആണെങ്കിലും സെയിം ആണ്, കാർബൺ ഫൈബർ പാർട്സ് ആണെങ്കിലും രണ്ട് വണ്ടികൾക്കും ഒരുപോലെയാണ് വരുന്നത്. പിന്നെ അടുത്തൊരു ചേഞ്ച് എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ബോഡി വൈറ്റ് ബോഡിയാണ്. കുറച്ചുകൂടെ V4R ബോഡി ഇച്ചിരി കൂടെ വൈറ്റ് ബോഡിയാണ്. V4 എന്ന് വെച്ചാൽ ഇച്ചിരി കുറഞ്ഞതാണ് കമ്പാരിറ്റീവ്ലി. അത് നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റില്ല. ജിയോമെട്രിക്കലി അത് ചെറുതായിട്ട് ഇച്ചിരി വേരിയേഷൻ ഉണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ള എക്സോസ്റ്റ് ആണെങ്കിൽ പോലും സെയിം അണ്ടർ ബെല്ലി എക്സോസ്റ്റ് ആണ് രണ്ട് വണ്ടികൾക്കും വരുന്നത്. ഡിസൈൻ വൈസ് എക്സാക്ട്ലി സെയിം ആണ്. പിന്നെ അടുത്തൊരു ചെറിയൊരു ചേഞ്ച് എവിടെയാണെന്ന് ചോദിച്ചാൽ വണ്ടികളുടെ രണ്ട് സസ്പെൻഷനിലും നല്ല വ്യത്യാസമുണ്ട്. ഈ V4 കൊടുത്തിരിക്കുന്നത് ഷോയിൻ്റെ ഫുള്ളി അഡ്ജസ്റ്റബിൾ BPF ഫോർക്കാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ എങ്കിൽ V4 ഓലൻസിൻ്റെ NPX എന്ന് പറയുന്ന ഫുള്ളി അഡ്ജസ്റ്റബിൾ പ്രഷറൈസ്ഡ് ഫോർക്കാണ് V4R കൊടുത്തേക്കുന്നത്. പുറകിലോട്ട് വരികയാണെങ്കിലും ഓലൻസിൻ്റെ തന്നെ TTX ഹൈഡ്രോളിക് സ്പ്രിംഗ് പ്രീ ലോഡ് അഡ്ജസ്റ്റബിൾ ഫുൾ സസ്പെൻഷനാണ് പുറകിലും കൊടുത്തിരിക്കുന്നത്. പക്ഷേ എങ്കിൽ V4 വരികയാണെങ്കിൽ സാച്ചി യൂണിറ്റിൻ്റെ ഫുള്ളി അഡ്ജസ്റ്റബിൾ റിയർ സസ്പെൻഷനാണ് ഈ വണ്ടിക്ക് വരുന്നത്. അപ്പം ഇത്രയുമാണ് ഈ വണ്ടികളുടെ മേജർ ചേഞ്ചസ് ആൻഡ് മൈനർ ചേഞ്ചസ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഡുക്കാറ്റി എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മോട്ടോർ സൈക്കിൾ ബ്രാൻഡാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഈ പനിഗാലെ സീരീസ്, എസ്പെഷ്യലി പനിഗാലെ സീരീസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മെഷീൻസ് ആണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പോരായ്മയും അതിലുണ്ടാവില്ല. സൈഡിലെ സ്കേർട്ട് ആണെങ്കിലും ഫ്രണ്ട് സെക്ഷൻ ആണെങ്കിലും ടെയിൽ സെക്ഷൻ ആണെങ്കിൽ പോലും കാര്യം നമുക്ക് ഏതൊരു സെക്ഷനിലും ഒരു പോരായ്മയും പറയാൻ പറ്റാത്ത രീതിയിലാണ് അവരുടെ ഡിസൈനിങ്. കാര്യം നിങ്ങൾക്കിത് നോക്കിയാൽ കാണാൻ പറ്റും ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു മോട്ടോർ സൈക്കിൾ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി നിങ്ങളുടെ ഒപ്പീനിയനിൽ ഉണ്ടെന്നാണെങ്കിൽ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. ലെറ്റ് മീ നോ ദാറ്റ്. ഓക്കെ, സോ ഗൈസ്, ഇതൊരു ഡുക്കാറ്റിന്റെ മാത്രം ഷോറൂം അല്ല, ഇതൊരു മൾട്ടി ബ്രാൻഡ് ഷോറൂമാണ്. ഇവിടെ കുറേ വ്യത്യസ്തമായ ബ്രാൻഡിന്റെ കുറേ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ബൈക്സ് ഉണ്ട്. നമുക്ക് അതുകൂടെ പോയി നോക്കാം. അപ്പോൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഡുക്കാറ്റിൻ്റെ ഒഫീഷ്യൽ ഗിയേഴ്സ് അവൈലബിൾ ആണ്. ഡൈനീസിൻ്റെ ബാഗിൻ്റെ സെക്ഷൻസ് ഇവിടെയാണ്. ഈ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ കുറേ വെസ്പ ഉണ്ട്. അയ്യോ, ഇവിടെ 2 അപ്രിൽ നിൽക്കുന്നുണ്ടോ ഗൈസ്, എൻ്റെ പൊന്നോ വിഷയം. ഓക്കെ, ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് ആൽപിൻ സ്റ്റാറിൻ്റെ ഗിയേഴ്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഓ മൈ ഗോഡ്, ഇവിടെ GS 1300 ഉണ്ട്. അവിടെ വീണ്ടും ഒരു GS 1300 ഉണ്ട്. ഒരു M1000R ഗൈസ്, F800, F900, S1000RR, സോറി S1000XR. അയ്യോ, എൻ്റെ ഒരു ക്യൂരിയോസിറ്റി കാരണം, എക്സൈറ്റ്മെൻറ്റ് കാരണം എനിക്ക് പേര് പോലും മര്യാദയ്ക്ക് പറയാൻ പറ്റുന്നില്ല. ഈ വണ്ടി ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. S1000XR എന്ത് രസമല്ലേ, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വേരിയൻ്റാണത്. പിന്നെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ BMൻ്റെ എനിക്ക് ഇതിനോട് സത്യമായിട്ടും താല്പര്യമില്ല. ഇതൊരു 1800cc ബൈക്കാണ്. ഇതിനോട് എനിക്ക് R18 ആണ് ഇതിൻ്റെ പേര്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ബൈക്കിനോട് BMൻ്റെ താല്പര്യമില്ല കേട്ടോ, സോറി BM. അപ്പോൾ അവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള GS ഉണ്ട്, GS 310 ഉണ്ട്. ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ G310R നിൽപ്പുണ്ട്. ഓക്കെ, എക്സൈറ്റ്മെൻറ്റ് കാരണം എനിക്ക് ശ്വാസം പോലും പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റുന്നില്ല. ഇവിടെ എസ്പെൻസ് സെക്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ KTM സെക്ഷൻ ഒരു സൂപ്പർ ഡ്യൂക്ക് 1390 നിൽക്കുന്നുണ്ട്. അഡ്വഞ്ചർ 1290 ആണ്. ഇങ്ങോട്ട് വരുമ്പോഴും അഡ്വഞ്ചർ റാലി എഡീഷൻ ഉണ്ട്. ഇവിടെ ഇതൊരു 890 ആണ്. ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ എൻ്റെ പൊന്നു, എനിക്ക് സ്പീച്ച്ലെസ് ആണ്. ഹുസ്ക്വാർണാൻ്റെ കുറച്ച് വേരിയൻസ് ഉണ്ട്. ഗ്യാസ് അവിടെ അവൈലബിൾ ആണ്. ഹുസ്ക്വാർണാൻ്റെ പുതിയൊരു വേരിയന്റ് അവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് ഇതിനെക്കുറിച്ചെല്ലാം വഴിയെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമുക്ക് ഈച്ച് സിംഗിൾ ബ്രാൻഡ് നമുക്ക് വ്ളോഗ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏത് ബ്രാൻഡാണ് നിങ്ങളുടെ ഫേവറേറ്റ് എന്നൊന്ന് കമന്റ് ചെയ്യാവോ? നിങ്ങൾക്ക് ഏത് ബ്രാൻഡിന്റെ ഏത് വേരിയന്റ് ആണ് നിങ്ങളുടെ ഫേവറേറ്റ് എന്ന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതിനുശേഷം എന്റെ വ്ളോഗിൽ എന്തൊക്കെ പോരായ്മകളുണ്ട്, എന്തൊക്കെ മാറ്റം വരുത്തണം എന്നുള്ളത് കൂടെ എന്റെ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ അടുത്ത വ്ളോഗ് തൊട്ട് ഞാനത് ശരിയാക്കി എടുക്കാൻ നോക്കും. കാര്യം ഞാൻ ആദ്യമായിട്ടാണ് ഈ വ്ളോഗിങ് ഫീൽഡിലോട്ട് വരുന്നത്. അപ്പം എന്റെ വ്ളോഗ് ഭയങ്കര മോശമാണെന്ന് എനിക്ക് തന്നെ അറിയാം. ഞാൻ വഴി അത് ഡെവലപ്പ് ചെയ്തെടുത്തോളാം. അപ്പം അതുവരെ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളെല്ലാം വേണം. അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.